ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അർജന്റീനയ്ക്ക് എന്താ കൊമ്പുണ്ടോ? അതെ, അർജന്റീനയ്ക്ക് എന്താ കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ കഴിഞ്ഞ 4 വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പ് അടക്കം 3 വേൾഡ് കപ്പിലും ഫൈനലെത്തിരിക്കുക, അതിലൊരു ട്രോഫി എടുത്തിരിക്കുക. ഇനിയിപ്പോൾ സ്പെയിനായിട്ടുള്ള ഞായറാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ അവർ വിജയിച്ചാലും ഇല്ലെങ്കിലും ലോക ചാമ്പ്യന്മാരുടെ പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അർജന്റീനയ്ക്ക് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യത്തിന് കളി തുടങ്ങി ഏതാണെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് തുടങ്ങി 2026 വേൾഡ് കപ്പ് തുടങ്ങി. കളി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു, അടിപൊളി കളികളൊക്കെ അങ്ങനെ ഓരോ ടീമുകളിൽ പരാജയപ്പെടുത്തണം. അപ്പോഴും പറയേണ്ടത് ഫിഫ പോയി. എന്താ പറഞ്ഞാൽ ഈ ടീം എങ്ങാനും പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ ഏകദേശം അതേ 11 ഇവരെങ്ങാനും പോയി കപ്പടിക്കുക എന്തെങ്കിലും ചെയ്താൽ മുൻകൂട്ടി പറയണം ഇത് റിഗ്ഡാണ്, റോബഡാണ്, ഫിഫ ബോയ്, ഫിഫയ്ക്ക് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ തന്നെ അർജന്റീനയ്ക്ക് വേണ്ടി ഫിഫ നടത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കണം. ആര്? അർജന്റീനയുടെ വിരോധികൾ. അതിലിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, ഞാനൊക്കെ കുറേ ബഹുമാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ, അതേപോലെ കേരളത്തിൻ്റെ മുഖ്യധാര മാധ്യമങ്ങൾ എമ്മാതിരി മഞ്ഞപ്പത്രത്തിൻ്റെ പണിയെടുക്കുന്നത്, റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി ചീപ്പ് പരിപാടികൾ ഒന്ന് നിർത്തുക. അങ്ങനെ അർജന്റീനയ്ക്ക് എന്താ കൊമ്പുണ്ടോ ചോദിക്കുന്നതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കാലമാണ്. കഴിഞ്ഞ 4 വേൾഡ് കപ്പ്, ഈ വേൾഡ് കപ്പ് അടക്കം 4 വേൾഡ് കപ്പിൽ 2018 അവർ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ അടുത്ത റൗണ്ടിൽ പുറത്താകുന്നു ഫ്രാൻസിനെതിരെ. 2014 ഫൈനലിൽ പരാജയപ്പെടുകയാണ്. അതിനുശേഷം 2022 ഖത്തറിൽ വേൾഡ് കപ്പിൽ മുത്തമിടുന്ന ആദ്യമായിട്ട് ലയണൽ മെസ്സി ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുകയാണ്. അതിനുശേഷം ബാക്ക് ടു ബാക്ക് ഫൈനലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 4 വേൾഡ് കപ്പിൽ 3 ഫൈനലിസ്റ്റുകൾ. അപ്പോൾ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കൊമ്പുണ്ട് തന്നെ പറയണം. കൊമ്പുണ്ട് തന്നെ പറയണം. അതിൻ്റെ ഇടയിൽ 2 കോപ്പ അമേരിക്ക, അതിൻ്റെ ഇടയിൽ ഒരു ഫൈനലിസമാണ്. പോരെ ഈ കൊമ്പിന് വേറെ ഏത് ടീമിന് കഴിയും? റെക്കോർഡുകളൊക്കെ ഇങ്ങനെ പിഴുതെറിയണം. ഓരോ കളി കഴിയുമ്പോൾ റെക്കോർഡുകൾ ഇങ്ങനെ പിഴുതെറിയണം. പക്ഷേ 2022 അത്ര മികച്ച ടീമൊന്നും അല്ല 2026 അർജന്റീനയുടെ സ്കോഡ്. പക്ഷേ അവർക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു പിടി പോരാളികളും അതിന് മുന്നിൽ നയിക്കാൻ ഒരു പടനായകനും അതിന് തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ട് ഒരു ചാണക്യനായ കോച്ചും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? അതുതന്നെയാണ് ഓരോ ടീമും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര നാളും കരഞ്ഞ കുറേ ആൾക്കാരൊക്കെ കരച്ചിൽ നിർത്തിയിട്ട് അർജന്റീനയുടെ സൈഡ് വന്നിട്ടുണ്ട്. ഇവരുടെ സപ്പോർട്ടൊന്നും നമുക്ക് വേണ്ട, എന്നാലും പറഞ്ഞു തുടങ്ങി. അർജന്റീന നല്ല കളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാളും മികച്ച കളി തുടങ്ങിയിട്ടുണ്ട്. അർജന്റീന ഫാൻസായ നിങ്ങളൊക്കെ അഭിമാനിക്കണം. എന്ത് ടീമാണോ ഇവർ, എങ്ങനെയാണ് ഈ കംബാക്കുകൾ നടത്തുന്ന ഓരോ മത്സരങ്ങളും. നോക്കൗട്ട് റൗണ്ടിൽ ഇത്രമാത്രം ടെൻഷൻ തന്നിട്ടും അവർ കളി അവരുടെ ടീമിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കാത്തിരിക്കുന്നുള്ള വിജയിച്ചിട്ട് ആ ഒരു 90 മിനിറ്റ് ആ ഒരു 1, 2, 3 വിസിൽ ഊതുന്ന വരെ എതിർ ടീം കാത്തു തന്നെ ഇരിക്കണം ഇവരുടെ മുന്നിൽ തോൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ഫാൻസുകാർ ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സന്തോഷിക്കുന്നു, ഇപ്പോൾ ചിലപ്പോൾ അർജന്റീന ഫാൻസുകാരുടെ സന്തോഷമൊക്കെ ചിലപ്പോൾ അതിര് വിട്ടുണ്ടാവും. അവർ ആഘോഷിക്കുന്നുണ്ട് നന്നായിട്ട്. അവർക്ക് ഈ ഒരു കപ്പ് കിട്ടുന്നവർക്ക് ഒരു ബോണസാണ്. എന്താണ്, വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു ആ ഒരു 2021 കോപ്പ അമേരിക്ക അടിക്കുന്ന സമയത്ത്. 1991 93 കോപ്പ അമേരിക്ക ശേഷം നീണ്ട 28 വർഷം. ഞാനൊക്കെ ഒരു അർജന്റീന ഫാനായ ശേഷം എൻ്റെ ഓർമ്മയിൽ ഒരു കപ്പ് കിട്ടിയിട്ടില്ല. ഞാനൊക്കെ വാങ്ങിക്കാത്ത ട്രോളുകളും അതേപോലെ തന്നെ എന്താ പറയുക ചീത്തകളും അതേപോലെ പരിഹാസങ്ങളും എന്താ പറയുക. ഒരു അർജന്റീന ജേഴ്സി ഇട്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അരകളെ വിളിച്ച് കളിയാക്കിയ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അത്രമാത്രം പ്രസ്റ്റേഷനും അത്രമാത്രം എന്താ പറയുക എത്രമാത്രം ചവിട്ടിത്താത്താൻ പറ്റും അത്രമാത്രം ചവിട്ടിത്താത്തിയിട്ടുണ്ട് മറ്റുള്ള ഫ്രാൻസുകൾ. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് ബ്രസീലുകാർ തന്നെയാണ്. എന്താ പറഞ്ഞാൽ അന്നത്തെ റൈവൽറി പറഞ്ഞാൽ ബ്രസീലും അർജന്റീന തന്നെയാണ്. ഇപ്പോഴാണ് ഈ പോർച്ചുഗലും അതേപോലെ ബ്രാച്ചുകൾ ഘടകമൊക്കെ വന്നത്. അപ്പോൾ ഇത്രമാത്രം ക്രൂശിക്കപ്പെട്ട ഒരു ഫാൻസും അതേപോലെ ഇത്രമാത്രം ക്രൂശിക്കപ്പെട്ട ഒരു പ്ലെയറും ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരിപ്പോൾ അവരുടെ ടൈമാണ്. അവരിങ്ങനെ വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ടീമുകൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഈ കപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനമാണ് ഈ കപ്പ്. ഈ വേൾഡ് കപ്പിൽ നിന്ന് ഒരു അർജന്റീന ഫാനും കപ്പടിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ലയണൽ മെസ്സിയും ആ സ്കോളോണിയും എന്ന് 2 ചങ്ങായിമാർ, ഇവരെ തോൽപ്പിക്കണമെങ്കിൽ ആ മെസ്സി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഗോട്ട് അല്ലേ, ഈ ചങ്ങായിനെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ നോക്കണം. അതും പോരാഞ്ഞിട്ട് ആ ഡക്കൗട്ടിൽ നിൽക്കുന്ന ആ ചങ്ങായി ഉണ്ടല്ലോ, ഗോൾ അടിച്ചാലും സെലിബ്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഈ ഇമോഷൻസിനെയൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായിനെ ഒന്നില്ലെങ്കിൽ ആ ഡക്കൗട്ടിൽ നിന്ന് മാറിയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ പറഞ്ഞു വിടണം. അങ്ങനെ വല്ല വകുപ്പുണ്ടെങ്കിലേ ഈ ഒരു ടീമിനെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ
അർജന്റീനയ്ക്കെതിരെ വരുന്ന സമയത്ത് മാത്രം എല്ലാവരും വായു തുറക്കും. മറ്റുള്ള ടീമുകൾക്കെതിരെ വരുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ഫൗൾ ഉണ്ടാവില്ല, ഒരു റെഡ് കാർഡ് ഉണ്ടാവില്ല, ഒരു യെല്ലോ കാർഡ് ഉണ്ടാവില്ല, റഫറി സപ്പോർട്ടില്ല, ഒന്നും അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവില്ല. പക്ഷേ അർജന്റീനയ്ക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സംസാര വിഷയം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഫുട്ബോളിൻ്റെ ആയിക്കോട്ടെ, ഇനി നോർമലി ഒരുപാട് പേര് ഈ തലയും പാലും അറിയാതെ ഫുട്ബോൾ കളി കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് മാത്രം കുറച്ച് അതിൻ്റെ ഒരു റൂൾസും കാര്യങ്ങളും അറിയാതെ വെറുതെ, നമുക്കും ഫുള്ളായിട്ട് എനിക്കും റൂളുകൾ കാര്യങ്ങളൊന്നും അറിഞ്ഞു, പക്ഷേ സാമാന്യ ബോധം എന്നൊരു സാധനം യൂസ് ചെയ്തിട്ട് ചിന്തിക്കാനുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഈ കരഞ്ഞു മെഴുകുക എന്ന് പറയില്ലേ, എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം. അപ്പോൾ ട്രോളുകൾ അറിയും. ഇപ്പം നമ്മൾ തന്നെ സമ്മതിച്ചു തുടങ്ങി, കമ്പനി ടീമാണ്, ഞങ്ങൾ കപ്പടിക്കും. പിന്നെ നിങ്ങൾ എന്തിനാണോ ഇരുന്ന് കളി കാണുന്നത്? അപ്പോൾ ഇത്രമാത്രം ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഹേറ്റേഴ്സ് ഒന്നുമല്ല. ഇവരുടെ ഇപ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അർജന്റീന സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത്ര റീച്ചേ കിട്ടുള്ളൂ, അത്രമാത്രം റീച്ചേ കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. അർജന്റീന ഫാൻസിൻ്റെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഫുട്ബോളിനെ നന്നായിട്ട് വീക്ഷിക്കുന്നവർക്ക് ഈ ഒരു റീച്ച് കിട്ടുള്ളൂ എന്നറിയാം. പക്ഷേ അർജന്റീനയ്ക്ക് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാൻസുകളുണ്ട്. ഇപ്പോൾ ഓരോ കളി കഴിയുന്നതോറും അവർക്ക് എതിരെയുള്ള അർജന്റീനയ്ക്ക് എതിരെയുള്ള ആൾക്കാർ കൂടിക്കൊണ്ട് വരികയാണ്. അർജന്റീന വിരോധികൾ കൂടിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആരാധകർ ഇപ്പോൾ വീണ്ടും അർജന്റീനയ്ക്ക് എതിരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കളിയിൽ സ്പെയിൻ കൂടി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെയിൻ്റെ കൂടെ ഫുള്ള് സപ്പോർട്ട് എല്ലാവരും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാലം ഞാൻ 1985 ജനിക്കുന്നത്. 86 ആദ്യമായിട്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന അർജന്റീന. അതിനുശേഷം ഞാനൊക്കെ ഒരു 94 വേൾഡ് കപ്പിലാണ് ഈ ഒരു അർജന്റീന 10ാമത്തെ വയസ്സ് 11ാമത്തെ വയസ്സിലൊക്കെ കടന്നു പോകുന്ന സമയത്താണ്, ആ ഒരു 10 വയസ്സുള്ള സമയത്തേക്കാണ് ഈ അർജന്റീന എന്ന് പറയുന്ന ആ ഒരു നീലയും വെള്ളയും ജേഴ്സിയുള്ള ആ ഒരു ജേഴ്സി കണ്ടിട്ടാണ് ഞാൻ അർജന്റീനയെ പ്രണയിക്കുന്നത്. പിന്നെ 2000കളിലേക്ക് ആയപ്പോൾ ഇതിൽ ആരൊക്കെയാണ് കളിക്കുന്നത്, അന്നത്തെ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയി ബ്രൗസ് ചെയ്ത് ഇതിൻ്റെ ടീമിൽ ആരൊക്കെയാണ്, അയാൾ അങ്ങനെ ബാറ്റിസ്റ്റൂട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ 2000 ശേഷമാണ് കളി കാണാൻ തുടങ്ങിയത്. പിന്നെ കളി കുറച്ചുകൂടെ അത് പ്രവാസ ജീവിതത്തിൽ 2008 പ്രവാസ ജീവിതത്തിൽ യുഎഇയിൽ വന്ന ശേഷമാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്, ഈ ക്ലബ് ഫുട്ബോളും നന്നായിട്ട് വീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ട്രോളുകൾ. അപ്പോൾ ഇത്രയും വർഷം 28 വർഷം ഒരാൾ ജനിച്ചിട്ട് ആ ഒരു 28 വർഷം അവരിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ട്രോള അരകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അരയും മാറി ഒന്നും എടുത്തതാ രണ്ടാമത്തെ അടിക്കാൻ പോവുകയാണ്. എന്താ അല്ലേ? അതിൻ്റെ ഇടയിൽ എത്രയിടോ 2014 വേൾഡ് കപ്പ് പോകുന്നു. അതിനുശേഷം കോപ്പ അമേരിക്ക 2 അത് രണ്ടും ചിലിയോട്, അതും കോപ്പ അമേരിക്കയുടെ 100 അവരുടെ ഒരു എന്താ പറയുക ആനിവേഴ്സറി, 100ാമത്തെ ആനിവേഴ്സറി നടക്കുമ്പോൾ ആ ഒരു ഗോൾഡ് കപ്പിലൊക്കെ ഞാൻ വിചാരിച്ചു അത് മെസ്സിക്ക് വേണ്ടി ഉള്ള ആ ഒരു കപ്പാന്ന് വെച്ചോ, അതിൽ വീണ്ടും ചിലിക്ക് എതിരെ പരാജയപ്പെടുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക 2018 വേൾഡ് കപ്പിൽ നിന്ന് വീണ്ടും പുറത്താവുക. അപ്പോഴാണ് സ്കൊളോണി എന്ന് പറയുന്ന ഒരു ചാണക്യനായ കോച്ചിനെ, അതും അസിസ്റ്റന്റ് കോച്ചായിട്ട്, ഈ ഒരു തകിട്ട് പൊടിയായി കിടക്കുന്ന ടീമിനെ ഏറ്റെടുക്കാൻ ആരും വരുന്നില്ല. സിമിയോണിയൊക്കെ വരുന്നു വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കോച്ചുകൾ, പൊച്ചടിയാൻ, അങ്ങനെ ഇഷ്ടംപോലെ കോച്ചുകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അർജന്റീനൻ ഫെഡറേഷൻ തീരുമാനിച്ചു, ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചാണ് സ്കൊളോണിയെ ഒന്ന് കൊടുക്കാമെന്ന്. അങ്ങനെ സ്കൊളോണിയുടെ ആദ്യ അറ്റംപ്റ്റിന് ഫെയിലിയറായി. പിന്നെ ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. ഒരു കളിക്കാരനായിക്കോട്ടെ, ഒരു പ്ലേയേഴ്സിനായിക്കോട്ടെ വീണ്ടും ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സ്കൊളോണി മുതലാക്കി. ബോക്ക ജൂനിയേഴ്സും ലിവർ പ്ലേറ്റും അങ്ങനെയുള്ള അർജന്റീനയിൽ കളിക്കുന്ന ഒരുപാട് ക്ലബ്ബുകളിൽ പോയിട്ട് അവിടുത്തെ നല്ല നല്ല കളിക്കാരെ കൊണ്ടുവന്നു. ഓരോ കളിക്കും ഓരോ ഫ്രണ്ട്ലി മാച്ച് എടുക്കും. അതേപോലെ തന്നെ ഓരോ മത്സരങ്ങൾക്കും പുതിയ പുതിയ സ്റ്റാർട്ടിംഗ് എല്ലാം പരീക്ഷിച്ചു. മെസ്സി ഇല്ലാതെയും മെസ്സി ഉണ്ടായിട്ടും കളിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു. അങ്ങനെ വന്ന് അവസാനം 2021 കോപ്പ അമേരിക്കയിലെത്തുന്നു. അർജന്റീനയിൽ നടക്കുന്ന കോപ്പ അമേരിക്ക ആയിരുന്നു. അവസാനം കൊറോണയും കാര്യങ്ങളൊക്കെ കൊറോണയുടെ ഒക്കെ ഒടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് അവസാനം ബ്രസീലിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ട്രോളിയ ആൾക്കാരിൽ നിന്ന് തന്നെ, അവരുടെ ഫാൻസിന് മുന്നിൽ നിന്ന് തന്നെ അവരെ തോൽപ്പിച്ചിട്ട് തന്നെ ആ ഒരു കോപ്പ അമേരിക്ക അടിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അർജന്റീന ഫാൻസിന്? ഒരു പുലരിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 3 അർജന്റീനക്കാരും ഒരു 5 ബ്രസീലുകാരും കൂടി ഇട്ടിരുന്ന കളി കണ്ടത്. ആദ്യ ഗോൾ ഒരു ഓഫ് സൈഡ് ഗോൾ എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു ബ്രസീൽ. അതിൻ്റെ ഒരു സെലിബ്രേഷൻ അവർ ഷർട്ടൊക്കെ ഊരിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അതിന് ശേഷം അപ്പോഴൊക്കെ കണ്ണീരിങ്ങനെ അണിയുക, എന്താ പറയുക, ഇതും പോയി എന്നുള്ള ഇതിലായിരുന്നു. പിന്നെ ഒരു തിരിച്ചു വരുമ്പോൾ ആ ഡീമറയുടെ സുന്ദരമായ ഗോളിൽ മറക്കാന അവിടെ തന്നെ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ആള് കുറച്ച് പേരൊക്കെ ഉണ്ടോ, കൊറോണ ടൈം ആയതുകൊണ്ട് ഒരുപാട് പേരൊന്നും കളി കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യ കിരീടം സ്വന്തമാക്കണം. എന്നിട്ടാണ് 2022 വേൾഡ് കപ്പിൽ വരുന്നത്. അതും 39 മത്സരങ്ങൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ അൺബീറ്റനായിട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും വാനോളം പ്രതീക്ഷയാണ്. ആദ്യ മത്സരത്തിൽ സൗദിയോട് 2-1 പരാജയം. എൻ്റെ മോനെ തളർന്ന് തകിട്ടം മറിഞ്ഞു എന്ന് പറയാം. അപ്പോൾ എല്ലാം തീർന്ന്, എന്താ പറഞ്ഞാൽ ഒരു വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ട്, ഇനിയുള്ള മത്സരങ്ങളൊക്കെ ജയിക്കണം. ഇനി അടുത്ത 2 മത്സരങ്ങളുണ്ട് ആ ഒരു റൗണ്ടിൽ, അത് കഴിയണം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടീമിനും ആദ്യ റൗണ്ട് കഴിഞ്ഞിട്ടാണ് നോക്കൗട്ട് വരുന്നത്. പക്ഷേ അർജന്റീനയ്ക്ക് മാത്രം ആദ്യ റൗണ്ട് 2ാമത്തെ മത്സരം മുതൽ നോക്കൗട്ട് അയക്കുകയും
ആരും പ്രതീക്ഷയില്ല സൗദിയോട് അന്ന് ഇമ്മാതിരി അട്ടിമറി ഉണ്ടാവുന്നു. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ തൻ്റെ നായകനായ ലയണൽ മെസ്സി, അർജൻറ്റീനയുടെ നായകനായ ലയണൽ മെസ്സി ഒരു വാക്ക് പറഞ്ഞു, ഈ ടീം നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന്. അത് അവസാനം വരെ ആ വാക്ക് പാലിച്ചു. പിന്നെ ഓരോ മത്സരങ്ങളും വെച്ചടി കയറ്റമായിരുന്നു. അവസാനം ഫ്രാൻസിനെതിരെ ഫൈനലിലായിരുന്നു വന്നു. ഫ്രാൻസ് ആണെങ്കിൽ ഇന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുക. അർജൻറ്റീന ഒട്ടും മോശമല്ല, പക്ഷേ ഫൈനലിൽ 74-ാം മിനിറ്റ് വരെ ഫ്രാൻസിനെ നിശബ്ദരാക്കി. ഈ ലോകകപ്പിൽ തന്നെ ഏറ്റവും, ഈ വേൾഡ് കപ്പിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അടിപൊളി, എന്താ പറയുക, അടിപൊളി ഒരു മത്സരം കാഴ്ചവെച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-3 ഉണ്ടായിരുന്ന സ്കോർ. അത് മെസ്സിയുടെ ഗോള്, എംബാപ്പയുടെ ഗോള്, എംബാപ്പെ ഹാട്രിക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു 74-ാം മിനിറ്റ് ശേഷം ഡി മറിയ എന്ന് പറയുന്ന അർജൻറ്റീനയുടെ ആ ഒരു മാലാക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന. അർജൻറ്റീനയ്ക്ക് എക്കാലത്തും ഇങ്ങനൊരു പിഴവുകൾ പറ്റാറുണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറെ പിൻവലിച്ചിട്ട്, ഇതിനു മുമ്പ് റിക്കൽമിയും അതേപോലെ തന്നെ മെസ്സി, അങ്ങനെ ഒരുപാട് കളിയിൽ പണി പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു പണിയാന്ന് വിചാരിച്ചു, പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ ഫ്രാൻസിന് വേണ്ടി അവസാനം വരെ ഫ്രാൻസിനെതിരെ പോരാടി. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എമി മാർട്ടിനസിൻ്റെ കിടിലൻ സേവുകളും ആ ചങ്ങായിയുടെ വേൾഡ് കപ്പ് തന്നെയായിരുന്നു. എന്താ പറഞ്ഞാൽ വിസിലടിക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു ചങ്ങായിയുടെ സേവ്. ഇന്നും അർജൻറ്റീന ആരാധകർ ഏറ്റവും കൂടുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സേവാണ്. ഇപ്രാവശ്യം അത്ര വലിയ ഫോമിലൊന്നുമല്ല എമി മാർട്ടിനസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ എമി മാർട്ടിനസിൻ്റെ ആ ഒരു സേവാണ് ലയണൽ മെസ്സിക്കും അതേപോലെ തന്നെ അർജൻറ്റീന ആരാധകർക്കും ആ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കി തന്നതിലുള്ള ഒരു സംശയമില്ല. അങ്ങനെ വീണ്ടും കോപ്പ അമേരിക്ക ബാക്ക് ടു ബാക്ക് അടിച്ചു. രണ്ടാമത്തെ കോപ്പ അമേരിക്ക അടിച്ചു. ഒരു ഫൈനലിസമേ അടിച്ചു. ഇറ്റലിയെ പരാജയപ്പെടുത്തിയിട്ട് 3-0 പരാജയപ്പെടുത്തി. അടുത്തത് കൊളംബിയയെ പരാജയപ്പെടുത്തിയിട്ട് ഒരു കോപ്പ അമേരിക്ക അടിച്ചു. അതിനുശേഷം വീണ്ടും വേൾഡ് കപ്പിൽ വന്നു. തുടക്കം ഗ്രൂപ്പ് സ്റ്റേജൊക്കെ അതിമനോഹരമായിരുന്നു. പിന്നെ കേബോ വെർദെയായിട്ടും അതേപോലെ തന്നെ ഈജിപ്തായിട്ടും സ്വിറ്റ്സർലാൻഡൊക്കെ ആയിട്ടും എന്താ പറയുക, കംബാക്കുകൾ അടിച്ചിട്ട് ആദ്യമൊക്കെ ഉളപ്പിങ്ങനെ കളിക്കും. അവസാനം വന്നിട്ട് 10-15 മിനിറ്റിൽ കളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോവാ. അപ്പോൾ ഓരോ കളിയിലും തോൽക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഫാൻസുകാരാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അവർക്ക് ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. ഓരോ കളി കഴിയുമ്പോൾ ഓരോ കാരണങ്ങൾ. ഇപ്പോൾ ഇംഗ്ലണ്ടായിട്ട് അത്യാവശ്യം എല്ലാ ആൾക്കാരും പറഞ്ഞു തുടങ്ങി, ഇംഗ്ലണ്ടായിട്ട് കുറച്ച് നല്ല കളിയാണ്. പക്ഷേ ഇപ്പോഴും ഫൗൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 2 ടീമും ഫൗൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. 2 ടീമും ഫൗൾ ചെയ്ത അർജൻറ്റീന ഒരു പിടി മുന്നിലായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കളി ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ അതന്നെ പരിപാടി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആദ്യമായിട്ട് ഗോൾ ഇടുകയാണ് ഗോർഡൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ ആ വിങ്ങർ. മുളിനിയുടെ ഒരു വിസിലാണ് ആ ഗോൾ വീഴുന്നത്. പക്ഷേ ആ ഗോൾ അടിച്ചതാണ് ഇംഗ്ലണ്ടുകാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ ഗോൾ അടിച്ചു, തുഷേൽ ചെയ്ത സബ്സ്റ്റിറ്റ്യൂട്ടും അതേപോലെ തന്നെ ആ ഒരു ടാക്ടിക്സ് മാറ്റിയത്. ഡിഫൻസിൽ ഇറങ്ങിയിട്ട് മെക്സിക്കോക്കെതിരെ കളിച്ച പോലെ കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് മക്കളെ, ഇത് ടീം മാറി. നിങ്ങൾ ഈ 3 കളിയൊന്നും തുഷേൽ കണ്ടിട്ടില്ല അർജൻറ്റീനയുടെ. എനിക്ക് തോന്നുന്നു ഇയാൾ കാണാൻ പറ്റുപോയതായിരിക്കും. അല്ലാതെ ഇങ്ങനൊരു സാധാരണ ഇപ്പോൾ സംസാരിച്ച 10 ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് തോൽവിയുടെ കാരണം ചോദിച്ചാൽ 10 ആളും പറയുക അർജൻറ്റീന നന്നായി കളിച്ചു, അവർ കംബാക്ക് അടിച്ചു. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ കോച്ചിൻ്റെ തീരുമാനം അത് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അർജൻറ്റീനയെ പോലെ ഒരു ടീമിന് 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞാൽ അവർ അവസാനത്തെ 5 മിനിറ്റിലാണ് കളി തീർത്തത്. അത് കണ്ടില്ലേ? എനിക്ക് രാവിലെ അങ്ങോട്ട് ഹാങ് ഓവർ തീരാണ്ടേ ഇതൊന്നും ഇങ്ങനെ റിക്കവർ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഇങ്ങോട്ട് ഒരു ഇതൊക്കെ കിട്ടണ്ടേ. പക്ഷേ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നെട്ടിപ്പോയിട്ട്, ഞാൻ വീഡിയോ ചെയ്ത് രാവിലെ 8 മണിക്ക് പോസ്റ്റ് ചെയ്ത് 8 മണിക്ക് പോസ്റ്റ് ചെയ്ത് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോയി. ഒരു അരമണിക്കൂർ കറങ്ങി പാർക്കിംഗ് കിട്ടിയിട്ട് വന്നു. പാർക്കിംഗ് കിട്ടിയിട്ട് വന്ന് നോക്കുമ്പോഴേക്കും 1K മുകളിലായിരിക്കുന്നു. ഒരു 30-35 മിനിറ്റ് കൊണ്ട്. വീഡിയോ നോർമലായിട്ട് എൻ്റെ വീഡിയോ പറഞ്ഞാൽ ഒരു മണിക്കൂറിലൊക്കെ ഒരു 200 പേര് അല്ലെങ്കിൽ 150, 200, 300 പേരൊക്കെ പോകുന്നു. നെട്ടിപ്പോയി. പിന്നെ ഓരോ എന്താ പറയുക അരമണിക്കൂറിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്തായാലും വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. 5Kൻ്റെ മുകളിൽ വീഡിയോ ആയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യം. 1K ഇങ്ങനെ ആവറേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് നമ്മളുടെ. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, 50-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് പ്രത്യേകം പറയണം. ഇനിയും ക്രൂശിക്കുന്നവർ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും. അർജൻറ്റീന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും അത്രമാത്രം എന്താ പറയുക അത്രമാത്രം അനുഭവിച്ചൊരു ഫാൻസാണ്. അതേപോലെ അനുഭവിച്ചൊരു എന്താ പറയുക ലയണൽ മെസ്സിയെ പോലൊരു പ്ലെയറെ ഇനിയസ്റ്റും സാവിയും തട്ടിക്കൊടുക്കുന്ന ബോൾ പോസ്റ്റിനുള്ളിലേക്ക് അടിച്ചു കൊടുക്കുക. അതെല്ലാം ഉള്ളു പണി. ഇതിന് കിട്ടിയതല്ലേ ബാലൻഡിയറും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും ലാ ലീഗും ഇങ്ങനെയൊക്കെ. ആ ബാഴ്സലോണ ജേഴ്സി അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നുമില്ല. അർജൻറ്റീനയ്ക്ക് വേണ്ടി നിങ്ങൾ 0 ആണ്. കുറേ ഗോളുകൾ അടിച്ചു കൂട്ടിയെന്നല്ലാതെ നിങ്ങളൊരു ട്രോഫി മേജർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊരു ട്രോഫി എടുക്കാതെ ഒരു ഗോട്ടും ആവില്ല എന്ന് പറഞ്ഞു. ബാലൻഡിയർ 7, 6, 7, 8 ഗോൾഡൻ ബൂട്ടുകളൊക്കെ വാരിക്കൂട്ടിയപ്പോൾ ഇതുകൊണ്ടൊന്നും പോരാ. വിരോധികൾക്ക് ഇതുകൊണ്ടൊന്നും പോരാ. പക്ഷേ മെസ്സി ആരാധകർക്ക് ഇതൊക്കെ എത്രയോ വലുതായിരുന്നു. ഇങ്ങനെ ഒരു പ്ലെയറും ഇങ്ങനെ ഒരു ടീമും കളിക്കാനുണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പോർച്ചുഗൽ ഫാൻസ് ആയിക്കോട്ടെ, ബ്രസീൽ ഫാൻസ് ആയി അവരുടെ ഉള്ളിൽ പറയുന്നുണ്ട് ഇങ്ങനൊരു ടീമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. എന്താ പറയുക, മെസ്സി ഇന്നലെ ആ ഒരു ഫൗൾ ചെയ്യുമ്പോൾ വന്ന വരവ് കണ്ടോ ചെങ്ങായിമാർ. അവരുടെ രാജാവിനെ തൊട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ആരാണെന്ന് നോക്കൂല, അത് ആരാന്ന് നോക്കില്ല. അമ്മാതിരി എനർജിയാണ്. അതേപോലെ 90 മിനിറ്റും ആ ഗ്രൗണ്ടിൽ മെസ്സി എന്ന ആ ഒരു ചങ്ങായി ഉണ്ടെങ്കിൽ
എന്താണോ ഇയാൾ മനുഷ്യനാണോ? ഇന്നലത്തെ ആ റൈറ്റ് ഫുഡിൽ ആ സെക്കൻഡ് ലൗതാറോ മാർട്ടിനസ് കൊടുത്ത ഒരു കിക്ക് ഉണ്ടല്ലോ, എന്താ ആ ഒരു അവസാനത്തെ 10-20 മിനിറ്റ് കളിച്ചത്? മെസ്സിയൊന്നും ഇങ്ങനൊരു കളി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. ഇമാതിരി എനർജി, ഇമാതിരി പ്രസ്സിങ്. ഞാൻ ഫസ്റ്റ് ഹാഫിലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മെസ്സിയെ ഒന്ന് പോയി പ്രസ് ചെയ്യും, ഇങ്ങനെ നിൽക്കല്ലേ. ചങ്ങായി ശാന്തനായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവസാനത്തെ 20 മിനിറ്റ് ആ ഒരു വിങ്ങിലേക്ക് ഇറങ്ങിയിട്ട്, അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ വിങ്ങിൽ സ്റ്റാർട്ടിങ് മുതൽ കളിച്ചോടെന്ന്. എടോ 39 വയസ്സായടോ. ഈ 39 വയസ്സിലാണ് ഈ ചങ്ങായി ഈ മാതിരി ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും. അപ്പോൾ ഇപ്പോഴും അംഗീകരിക്കാത്ത ഒരു മെസ്സിയെയും അർജന്റീനയെയും അംഗീകരിക്കാത്തവർ, കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാണ്. അത് റഫറിമാർ എല്ലാ കളികളിലും, ഇപ്പോൾ അർജന്റീന കളി മാത്രമല്ല, ഈ വേൾഡ് കപ്പിൽ ഒരുപാട് മത്സരങ്ങൾ, റെഡ് കാർഡ് വിവാദങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോഴും കുറേ ആൾക്കാർ വിട്ടിട്ടില്ല, ആ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം ഇത് മനുഷ്യന്മാർ നിയന്ത്രിക്കുന്ന ഒരു കളിയാണ്. ഇത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ റോബോട്ടുകൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ റോബോട്ടിനെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് പല ടീമുകൾക്കും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അത് നമ്മളൊക്കെ കണ്ടു തുടങ്ങിയതിന് മുമ്പും അതേപോലെ തന്നെ കണ്ടു തുടങ്ങിയ ശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു. 2014 വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്കെതിരെ ജർമ്മനിയുടെ ഫൗളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിലോട്ടൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും കൊമ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർക്കൊരു കൊമ്പുണ്ട്, അർജന്റീനയ്ക്കും അർജന്റീന ഫാൻസിനും. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുക. ഈ വേൾഡ് കപ്പും കൂടി സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടുക. അവർക്ക് എന്താ പറയുക, എൻജോയ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ആഘോഷിക്കേണ്ട ടൈമാണ്. അപ്പോൾ ആഘോഷിക്കേണ്ട ടൈമിലല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ആഘോഷിക്കുക, അത് ആഘോഷിച്ച് തന്നെ തീർക്കണം. ഇവരുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഇതന്നെയാണ് ഏറ്റവും വലിയ, നെവർ ഗീവ് അപ്പ്. അതിന് കളി കഴിയുന്നത് വരെ എന്ത് വില കൊടുത്തു. ഇന്നലത്തെ ആ അവസാനത്തെ മിനിറ്റുകളൊക്കെ കളി കണ്ടു കഴിഞ്ഞാൽ ജീവൻ കൊടുത്തും കളിക്കാന്ന് പറയില്ല, അത് തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലയണൽ മെസ്സിക്കും അതേപോലെ തന്നെ തങ്ങളുടെ ആരാധകർ അത്രമാത്രം കുരിശിലേറ്റിയിട്ടുണ്ടെന്ന് അവർക്കറിയാം. അവർക്ക് വേണ്ടിയിട്ട് ബാക്ക് ടു ബാക്ക് അടിച്ചു കൊടുക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് അടിക്കും. സ്പെയിൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ആര് വന്നാലും അത് വിഷയമല്ല. അപ്പോൾ തന്നെ പ്രതീക്ഷിച്ച ഫൈനൽ ഫ്രാൻസ് വിസസ് ഇംഗ്ലണ്ട് ആയിരുന്നു. പക്ഷേ നടന്നത് ഫൈനലിസമ. എന്താ പറയുക, ഫൈനലിസമ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് വേണ്ടി മുന്നിൽ ഫൈനലിസമയും വേൾഡ് കപ്പ് ഫൈനലും ഒരുമിച്ച് അവതരിപ്പിച്ച് ഫിഫ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളും വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.